ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിരി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതാണ് ഞങ്ങളുടെ ന്യൂ അപ്പാർട്ട്മെൻറ്റ്. ഇവിടുത്തെ ലോണ്ട്രി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അലക്കാനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഓരോ അപ്പാർട്ട്മെൻറ്റിനും കോമൺ ആയിട്ട് ഒരു ലോണ്ട്രി റൂമാണുള്ളത്. ഫോണിലൊരു ആപ്പ് വഴി വാഷിംഗ് മെഷീൻ ബുക്ക് ചെയ്താൽ മാത്രമേ ആ റൂം തുറക്കാൻ പറ്റുള്ളൂ. ബുക്ക് ചെയ്താൽ 2 hours വരെ നമുക്കത് യൂസ് ചെയ്യാം. ഇവിടുത്തെ ഡോറെല്ലാം ഓപ്പൺ ചെയ്യണമെങ്കിൽ കീൻ്റെ കൂടെ ഒരു സെൻസറും ഉണ്ട്. ആ സെൻസർ കാണിച്ച് സ്വിച്ച് പ്രസ് ചെയ്താൽ ഡോർ ഓപ്പൺ ആകും. ലോണ്ട്രി റൂമിൽ മൾട്ടിപ്പിൾ വാഷിംഗ് മെഷീൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വാഷിംഗ് മെഷീൻ ഓണാക്കിയിട്ട് ഞാൻ കുറച്ച് നേരം അത് നോക്കി നിന്നു. എന്തൊരു സ്പീഡിലാണെന്നറിയാം അത് കറങ്ങുന്നത്. വാഷിംഗ് കഴിയാൻ സമയം എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നടക്കാനിറങ്ങി. വിൻ്ററൊക്കെ കഴിഞ്ഞതുകൊണ്ട് നല്ല ഭംഗിയാണ് സ്ഥലങ്ങളൊക്കെ കാണാൻ. 2 സൈഡിലും മരങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഈ വഴി കൂടെ നടക്കാൻ നല്ല ഇഷ്ടമാണ്. ഫോറസ്റ്റ് പോലെ തോന്നുന്നു. ഇപ്പം ഞാൻ എവിടെയെന്നറിയോ? ഫേസ്ബുക്ക് ഡാറ്റാ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. നിങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൻ്റെ ഡാറ്റ എല്ലാം ഇവിടെയാണ് സ്റ്റോർ ആകുന്നത്. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഡാറ്റാ സെൻറ്റർ. ഇപ്പോൾ വാഷിംഗ് കഴിയാറായിട്ടുണ്ടാകും. ഞാൻ വീണ്ടും ലോണ്ട്രി റൂമിലേക്ക് പോട്ടെ. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സെല്ലാം എടുത്ത് ഡ്രയറിലിടണം. ഡ്രയർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നാട്ടിലൊന്നും കണ്ടിട്ടില്ല. ഡ്രയറിലിട്ട തുണികളെല്ലാം നല്ല ചൂടോടെ ഉണങ്ങി കിട്ടും. ഡ്രയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിൽറ്റർ നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് കളയണം. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.